ഒടുക്കത്തെ മഴയും കാറ്റും ഒക്കെ ആയതുകൊണ്ട് തന്നെ ട്രിപ്പ് ഒന്ന് പോസ്റ്റ്പോൺ ചെയ്താലോ എന്ന് ആലോചിച്ചതിന് ശേഷം റീസ്റ്റാർട്ട് ചെയ്ത പരിപാടിയായിരുന്നു. ഒട്ടും ഓക്കെ അല്ലാത്ത റോഡും പിന്നെ ബ്ലോക്കും, അതിന്റെയൊക്കെ ഒരു ഇറിറ്റേഷൻ ഈ മുഖത്ത് കാണാം. റിസോർട്ടല്ലേ, പ്രത്യേകിച്ച് സ്ഥലങ്ങളൊന്നും കാണാൻ പോകാനില്ലല്ലോ എന്ന് വെച്ച് നമ്മുടെ ട്രിങ്കിറ്റ്സ് കോർണറിന്റെ കുറച്ച് പ്രോഡക്ട്സ് കൂടി ഞാൻ കയ്യിലെടുത്തു, പ്രോഡക്റ്റ് ഫോട്ടോഗ്രാഫിക്കായിട്ട്. കൊട്ടാരക്കരയിൽ നിന്ന് മീനുവിനെയും യാഷുവിനെയും പിക്ക് ചെയ്ത് ലഞ്ചും കഴിച്ച് ഞങ്ങൾ പിന്നെ യാത്ര തുടങ്ങി. നമ്മുടെ മൺട്രോയിലുള്ള ലേക്ക് ആൻഡ് റിവർ റിസോർട്ടിലാണ് ഞങ്ങൾ ഇപ്രാവശ്യം ബുക്ക് ചെയ്തത്. സാധാരണ ഞാൻ ഇതുപോലെ പോകുമ്പോൾ ഗൂഗിൾ റിവ്യൂസ് ഒക്കെ നോക്കാറുണ്ട്. ഇപ്രാവശ്യം അതെല്ലാം മീനുമാണ് നോക്കിയത്. ഒത്തിരി ദൂരെയുള്ള സ്ഥലം അല്ലാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾ ആരും ടയർഡ് ആയിരുന്നില്ല എന്നുള്ളതാണ് ഹൈലൈറ്റ്, എസ്പെഷ്യലി ഞാൻ. ഇതാണ് ഞങ്ങളുടെ റൂമിന്റെ എണ്ണം കുറച്ച് പ്രോപ്പർട്ടിക്ക് ഒരുപാട് സ്പേസ് കൊടുത്ത് അത് മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് എനിക്കിവിടെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ട് തോന്നിയത്. ഞങ്ങളെടുത്ത പാക്കേജിൽ കനോയിങ് ഇൻക്ലൂഡ് ആയിരുന്നു. എവിടെ പോയാലും ഞങ്ങൾ ലേറ്റ് ആണല്ലോ, സോ ഞങ്ങൾ ചെന്നപ്പോൾ ടീ ടൈം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ബട്ട് അതിബുദ്ധിപരമായി അബിൻ ടീ ടൈം കനോയിങ്ങിന്റെ കൂടെ പറയുന്നിരിക്കാൻ വയ്യ. നല്ല ക്ലൈമറ്റ് ആയിരുന്നു, വെയിലും ഇല്ല മഴയും ഇല്ല. ഞങ്ങൾ പ്രതീക്ഷിച്ച പോലേ അല്ലായിരുന്നു. ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്തു. രാത്രി പാട്ടൊക്കെ ഇട്ട് അടിച്ചു പൊളിച്ച് ഞങ്ങൾ എല്ലാവരും ഓണായി. ഞങ്ങൾ പറഞ്ഞ ടൈം അനുസരിച്ച് അവിടെ ബാർബിക്യൂ അവർ സെറ്റ് ചെയ്ത് തന്നായിരുന്നു. അതിനുശേഷം ഞങ്ങൾ ഡിന്നറിന് പോയി, അതും ബുഫേ. ഫുഡ് ഒരു രക്ഷയില്ലായിരുന്നു, എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ അവിടുത്തെ ആംബിയൻസ് ഞങ്ങൾ കുറച്ച് നടക്കാനൊക്കെ പോയി. നെക്സ്റ്റ് ഡേ ചെയ്യാനുള്ള ആക്ടിവിറ്റീസുകളുടെ ഡീറ്റെയിൽ ഡിസ്കഷനിലായിരുന്നു ഞങ്ങൾ. ആന കുത്തിയാലും എണീക്കാത്ത ഞാൻ രാവിലെ 6 മണിക്ക് എണീക്കുമെന്ന് പറഞ്ഞ് ബെറ്റ് വയ്ക്കുന്ന സീനാണ് നിങ്ങളെ കാണുന്നത്. ഞാൻ ബെറ്റിൽ ജയിച്ചോ തോറ്റോ എന്നും പിന്നെ നടന്ന കുറച്ച് ട്വിസ്റ്റോ ഒക്കെ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.